ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് യുവതി സോഷ്യൽ മീഡിയയിൽ ദൃശ്യം പങ്കുവച്ചതിന് പിന്നാലെ യുവാവ് ആത്മഹത്യ ചെയ്തതിൽ നാട്ടുകാർ ഒന്നാകെ പ്രതിഷേധത്തിൽ. മരിച്ച ദീപകനെക്കുറിച്ച് നാട്ടുകാർക്ക് പറയാനുള്ളത് നല്ലത് മാത്രമാണ്. വിവരങ്ങളുമായി ഇപ്പോൾ ചേതൻ എന്നോടൊപ്പം ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ചേതൻ, ഏറ്റവും ദാരുണമായ സംഭവമാണ്. ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിലൂടെ ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നു. അതിനെ തുടർന്ന് ആ യുവാവ് ആത്മഹത്യ ചെയ്യുന്നു. ആ യുവാവിനെ കുറിച്ച് ആ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ അവർക്ക് എല്ലാവർക്കും പറയാനുള്ളത് ഏറ്റവും മാന്യമായ രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യനെ കുറിച്ചാണല്ലേ? തീർച്ചയായും മനു, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പയ്യന്നൂരിൽ വെച്ച് ഇത്തരത്തിൽ ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ഈ കോഴിക്കോട് സ്വദേശി ഗോവിന്ദപുരം സ്വദേശിയായ ദീപക് ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതി സമൂഹ മാധ്യമം വഴി വീഡിയോയിലൂടെ ഈ യുവതി ഇടുന്നത് സ്വാഭാവികമായി ഉടനെ ഈ വീഡിയോ വൈറലാവുകയാണ്. ഫേസ്ബുക്കിൽ 20 ലക്ഷം വ്യൂസാണ് ഈ വീഡിയോയ്ക്ക് ലഭിച്ചത്. ഇതിന് പിന്നാലെയാണ് യുവാവ് കടുത്ത മനോവിഷമത്തിലാവുകയും പിന്നീട് ഈ കഴിഞ്ഞ ദിവസം രാവിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ മരണം നടക്കുമ്പോൾ ഇയാളുടെ ദീപകിൻ്റെ മാതാപിതാക്കൾ മാത്രമായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത്. ഇയാൾ 41 വയസ്സാണ്. വിവാഹിതനാണെങ്കിലും ഇപ്പോൾ വിവാഹമോചിതനാണ്, കുട്ടികളൊന്നുമില്ല. മാതാപിതാക്കളോടുകൂടിയാണ് താമസം. ഇയാളെക്കുറിച്ച് നമ്മൾ നാട്ടിലൊക്കെ അന്വേഷിച്ചപ്പോൾ എല്ലാവർക്കും ഇയാളെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം മാത്രമാണ് പറയാനുള്ളത്. കണ്ണൂരിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ജീവനക്കാരനായി ജോലി ചെയ്തു വരികയായിരുന്നു ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ഈ വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സംഭവം നടക്കുന്നത് ഏകദേശം പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ വഴി പയ്യന്നൂർ ഭാഗങ്ങളിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ യുവതി നമ്മൾ അന്വേഷിച്ചപ്പോൾ വടകര പോലീസിൽ വാക്കാൽ പരാതി നൽകിയിരുന്നു എന്ന കാര്യമാണ് യുവതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. എന്നാൽ വടകര പോലീസ് സ്റ്റേഷനിലൊക്കെ അന്വേഷിച്ചപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രധാനമായും പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വാദപ്രതിവാദങ്ങൾ ശക്തമായി രംഗത്തുണ്ട്. യുവാവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. പ്രധാനമായും വളരെ നടുക്കുന്നൊരു സംഭവമാണ് ഉണ്ടായത്. ഏതായാലും ഈ വിഷയത്തിൽ പ്രധാനമായും പറയുകയാണെങ്കിൽ ഈ യുവതിയുടെ രാഷ്ട്രീയം വളരെ പ്രധാനമുള്ളതാണ്. ഒരു ഉത്തരവാദിത്തപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം ഭാരവാഹിത്വം വഹിച്ച വ്യക്തി കൂടിയാണ് ഈ യുവതി. പക്ഷേ ഇതൊരു ലൈംഗിക അതിക്രമത്തിനായതിനാൽ ഇവരുടെ ഐഡൻറ്റിറ്റി, പേര്, വീട്, വിലാസം, മറ്റ് കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് പരിമിതിയുണ്ട്. എന്നാലും ഇവരുടെ ഈ രാഷ്ട്രീയം മറ്റു മാധ്യമങ്ങൾ പ്രധാനമായും മറച്ചു വെക്കുന്ന കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഏതായാലും ഈ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷമായ ചേരിപ്പോര് നടക്കുകയാണ്. യുവാവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ധാരാളം പേരാണ് ഇപ്പോൾ എത്തുന്നത്. മനു, കേസായതുകൊണ്ട് തന്നെ നമുക്ക് നിയമപരമായ ചില പരിമിതികളുണ്ട് എന്നത് വസ്തുതയാണ്. സമൂഹ മാധ്യമങ്ങളിലടക്കം ഏറ്റവും പ്രധാന വിമർശനമായി ഉന്നയിക്കുന്നത് ആ പെൺകുട്ടിയുടെ രാഷ്ട്രീയം എന്തുകൊണ്ട് മാധ്യമങ്ങൾ മറച്ചുവെക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ചേട്ടൻ, തീർച്ചയായും അവർ മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് വഹിച്ച ഒരു വ്യക്തി കൂടിയാണ്. ആ സ്ഥലം പറയുന്നതിൽ നമുക്കൊരു പരിമിതിയുണ്ട്. അപ്പോൾ ആളെ മനസ്സിലാവാനുള്ള സാധ്യത കൂടുന്നതിലാണ്. ചില നിയമപരമായ പരിമിതി ഇക്കാര്യത്തിലുണ്ട്. കാരണം ഇതൊരു ലൈംഗിക അതിക്രമം എന്ന യുവതി വെളിപ്പെടുത്തിയതിനാൽ സ്വാഭാവികമായും നിയമത്തിൻ്റെ കണ്ണിൽ ഇവർ ഇര എന്ന് വിലയിരുത്തുന്നതാണ്. സ്വാഭാവികമായും പിന്നീട് അവരുടെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്ത ഒരു നിയമപരമായ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അവരുടെ പേരും മറ്റു കാര്യങ്ങളും നമ്മൾ വെളിപ്പെടുത്താൻ സാധിക്കാതെ പോകുന്നത്. നിയമത്തിൻ്റെ പരിരക്ഷ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവരുടെ പേര് വെളിപ്പെടുത്താൻ സാധിക്കാത്തത്. മറ്റൊരു കാര്യം കൂടി ഞാൻ ഇന്നലെ ഈ ഈ ദീപകിന്റെ വീട്ടുകാർ ശക്തമായ നിയമ നടപടികളുമായി വിഷയത്തിൽ മുന്നോട്ട് പോകുന്നു എന്നതാണല്ലോ. അവർ ആ രീതിയിൽ തന്നെ നിയമപരമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും സ്വീകരിച്ചു കഴിഞ്ഞിട്ടില്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് അതിനാ നാട്ടുകാരുടെ മുഖ്യമന്ത്രിക്കും DGP തീർച്ചയായും നാട്ടുകാരുടെ ഒന്നടങ്കം പിന്തുണയുണ്ട്. മുഖ്യമന്ത്രിക്കും DGPക്കും ഒക്കെ പരാതി നൽകുവാനാണ് കുടുംബത്തിൻ്റെ തീരുമാനം. മറ്റൊരു കാര്യം കൂടി നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതായത് ഈ മരിക്കുന്ന സമയം ഈ ദീപകിൻ്റെ മുറിയിൽ 40,000 രൂപ ഉണ്ടായിരുന്നു. അത് എന്ത് ആവശ്യത്തിനാണ് ഇത്തരത്തിൽ വലിയൊരു തുക തൻ്റെ മുറിയിൽ കരുതിയത് എന്നത് നാട്ടുകാർ പ്രധാനമായും സംശയം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നാട്ടുകാർ പറഞ്ഞത് ആരെങ്കിലും ഈ ദീപകിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയോ എന്ന കാര്യം കൂടി പോലീസ് അന്വേഷിക്കണം. ഏതായാലും കേസ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷിക്കുകയാണ്. അതായത് നാട്ടുകാർ സംശയിക്കുന്നത് അങ്ങനെ ഭീഷണിപ്പെടുത്തിയവർക്ക് വേണ്ടി
ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പണം കൊടുക്കാനാണ് ഈ തുക കൈയിൽ കരുതിയത് എന്നാണോ നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുന്നത്? അതെ, നാട്ടുകാരുടെ സംശയം അത്തരത്തിലാണ്. അല്ലാതെ ഇത്തരത്തിലൊരു വലിയ 40,000-ഓളം രൂപ എന്തിന് ദീപക് തൻ്റെ മുറിയിൽ സൂക്ഷിച്ചു എന്ന കാര്യമാണ്. പിന്നീട് ഈ ദീപകിൻ്റെ അടുത്തൊരു സുഹൃത്തുണ്ട്. ഈ സുഹൃത്തിനെ കാണണമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ഈ സുഹൃത്ത് പക്ഷേ ജോലി സ്ഥലത്തുള്ളതിനാൽ പിന്നീട് ഈ കൂടിക്കാഴ്ച നടന്നില്ല. അതും ദീപകിന് എന്താണ് പറയാനുള്ളത് എന്ന കാര്യം കൂടി നമുക്ക് പുറത്ത് അറിഞ്ഞില്ല. അതുമാത്രമല്ല മനു, ദീപക് തൻ്റെ അമ്മയോട് ഈ കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ അമ്മ ആശ്വസിപ്പിക്കുകയായിരുന്നു ചെയ്തത്. പെട്ടെന്നൊരു തീരുമാനമാണോ, വൈകാരികമായ തീരുമാനമാണോ, എന്താ എന്ന കാര്യത്തിൽ പോലീസിൻ്റെ വ്യക്തമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ സത്യം വരൂ. ഏതായാലും ഈ വിഷയത്തിൽ നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലാണ്. ആരെങ്കിലും ദീപകിനെ ഭീഷണിപ്പെടുത്തിയോ മറ്റ് ഹറാസ് ചെയ്തോ എന്ന കാര്യമടക്കം പോലീസ് അന്വേഷിക്കണമെന്നാണ് നാട്ടുകാർ പ്രധാനമായും ആവശ്യം ഉന്നയിക്കുന്നത് മനു.